നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് തിക്നെസ് ഉണ്ട്, അധികം തിക്കല്ല. ഇത് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ കളർ മാറിപ്പോവും. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു മുട്ട, 1.5 കപ്പ് കടലമാവ്. പിന്നെ വേണ്ടത് ഞാൻ ഓരോന്നായിട്ട് ചേർക്കുമ്പോൾ പറയാം ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കടലമാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് അതിനായിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ കടലമാവ് എടുത്തത് ചേർക്കാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മൈദപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കടലമാവിൽ മാത്രമാണ് ചെയ്യുന്നത്. മൈദപ്പൊടിയിൽ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും നമ്മുടെ ബജിക്ക്. ഇനി നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി കൂടുതൽ ചേർക്കണം, അപ്പോഴാണ് നമ്മുടെ പൊട്ടറ്റോ ബജി പെർഫെക്റ്റ് ആവുക. 1/4 ടീസ്പൂൺ കായപ്പൊടി. 1/4 ടീസ്പൂൺ മതി, അതിൽ കൂടണ്ട. എന്താണെന്ന് വെച്ചാൽ 2 ഉരുളക്കിഴങ്ങല്ലേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പിഞ്ച് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മുളക് പൊടിയായിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അതിന് മുന്നേ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാറ്ററിന്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്ക് ബാറ്ററായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബജ്ജി മാവിന് ആ ഒരു കോട്ടിങ് കിട്ടില്ല. ബജ്ജി കഴിക്കുമ്പോൾ അത്ര സുഖം കിട്ടില്ല. ബജ്ജി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ബജ്ജി മാവിന്റെ കോട്ടിങ് നല്ല തിക്കായിരിക്കണം. അപ്പോൾ എപ്പോഴും ബജ്ജി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള കോട്ടിങ്ങോട് കൂടിയുള്ള ബജ്ജി ഉണ്ടാക്കിയെടുക്കുക. അത് ഏത് ബജ്ജി ആണെങ്കിലും, മുളക് ബജ്ജി ആണെങ്കിലും, അതുപോലെ തന്നെ മുട്ട ബജ്ജി ആണെങ്കിലും, പൊട്ടറ്റോ ബജ്ജി ആണെങ്കിലും ഒക്കെ നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള കോട്ടിങ്ങോട് കൂടി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിത് കറക്റ്റ് പാകത്തിലാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ ഇതുപോലെ തിക്കായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് തിക്കും അല്ലാത്തൊരു പാകത്തിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൊട്ടറ്റോ ബജിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ബാറ്റർ ഞാനൊന്ന് മാറ്റി വെച്ചു. ഇനി നിങ്ങൾ ഒരു നല്ല കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ ഒരു കിച്ചൺ ടിഷ്യൂ എടുക്കുക. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക, ഒന്ന് നിവർത്തിയിടുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ പീസ് ഉണ്ടല്ലോ, പൊട്ടറ്റോ പീസുകൾ ഇതുപോലെ കോട്ടൺ ക്ലോത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂയിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഈ പൊട്ടറ്റോ പീസിലുള്ള വെള്ളം ഒന്ന് മാറ്റിയെടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഈ പൊട്ടറ്റോ പീസുകൾ നമ്മുടെ ബജ്ജി മാവിലേക്ക് ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ പൊട്ടറ്റോ പീസിലുള്ള വെള്ളം ആ ബജ്ജി മാവിലേക്ക് ആയിട്ട് നമ്മുടെ വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും ബജ്ജി മാവിന്റെ. അതുകൊണ്ട് നമ്മൾ ഈ വെള്ളം മാറ്റിയെടുത്തിട്ട് വേണം എപ്പോഴും ബജ്ജി ഉണ്ടാക്കാനായിട്ട്. ഇത് പൊട്ടറ്റോ ബജ്ജിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിലാണ് വെള്ളം കൂടിപ്പോയിട്ട് കൺസിസ്റ്റൻസി മാറിപ്പോകുന്നത്. ഇതുപോലെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് ഈ വെള്ളം മാറ്റിയെടുത്തിട്ട് വേണം നമ്മൾ ബജ്ജി ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട്. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് വെള്ളം മാറ്റി പ്രസ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ബജ്ജി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ കോട്ടൺ ക്ലോത്ത് ആണെങ്കിലും ഈ ഒരു കിച്ചൺ ടിഷ്യൂ ആണെങ്കിലും കുഴപ്പമില്ല, രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഞാനിത് ഇനി എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാൻ നോക്കട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിന്റെ പീസ് നമ്മുടെ മാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് പതുക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് കുക്കായി കിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് എണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഒരു 3 പീസാണ് ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. അധികം തിക്കായിട്ട് ഇട്ട് കൊടുക്കരുത്, കുക്കായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കൂടുതൽ എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ഉടനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. അത് തനിയെ പൊങ്ങി വന്നോളും, നമ്മളൊന്നും ചെയ്യണ്ട. ഇത് തനിയെ പൊങ്ങി വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പൊങ്ങി വന്നു കഴിയുമ്പോൾ ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കുക. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പൊട്ടാറ്റോ ബജ്ജി ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു കളറായി വരുന്നത് വരെ നമ്മൾ ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കണം. ക്യാമറയിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി ഡാർക്ക് കളറാണ് ചട്ടിയിലുള്ളത്. ഈ ഒരു കളറാണ്
നിങ്ങൾ കറക്റ്റ് ഡയറക്റ്റ് കാണുമ്പോൾ ഉണ്ടാവുന്നത് ഈ ഒരു കളറിൽ ആയി വരുമ്പോഴാണ് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റേണ്ടത്. ഞാനപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ ലൈറ്റ് ഷെയ്ഡാണ് കാണുന്നത്, അതുകൊണ്ടാണ് കയ്യിലെടുത്ത് കാണിച്ചിരുന്നത്. ഈ ഒരു കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റുക. അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റട്ടെ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ബജ്ജി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇതല്ല കേട്ടോ, ഇതിലും കൂടുതലുണ്ട്. ഞാനപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ ഇത്രേ കൊള്ളുള്ളൂ, അതുകൊണ്ട് ഇത്രയും വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവരും മഴയത്ത് ചൂട് ചായയുടെ കൂടെ ചേർത്ത് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.